ലോകകപ്പിൽ പോർച്ചുഗലിനെ ഒറ്റ ഗോളിന് വീഴ്ത്തി സ്പെയിൻ ക്വാർട്ടറിൽ. പറങ്കിപ്പടയുടെ തോൽവി ഇഞ്ചുറി ടൈം ഗോളിൽ. സ്പെയിനിന്റെ വിജയശില്പിയായി മിഖേൽ മൊറീനോ കണ്ണീരോടെ ലോകകപ്പ് കരിയർ അവസാനിപ്പിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ. പരിശീലക സ്ഥാനം രാജിവെച്ച റോബർട്ടോ മാർട്ടിനസ്. ക്രിസ്ത്യാനോ റൊണാൾഡോ അവസാനിപ്പിക്കുന്നത് 6 ലോകകപ്പുകൾ നീണ്ട അവിശ്വസനീയ കരിയർ. ഇനി മറ്റൊരു ലോകകപ്പ് കളിക്കില്ല. സൂപ്പർ താരനിര കൂടെ ഉണ്ടായിട്ടും ടീമിലെ പടലപ്പിണക്കം തിരിച്ചടിയായി. നോക്കൌട്ടിൽ ഗോൾ നേടുന്ന പ്രായമേറിയ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കി മടക്കം. ആസൂത്രണ ബോർഡിലെ PSC പരീക്ഷാ ക്രമക്കേടിൽ ആഭ്യന്തര വിജിലൻസ് അന്വേഷണം ഇന്ന് പുനരാരംഭിക്കും. സർക്കാർ തല അന്വേഷണത്തിൽ നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ അന്തിമ തീരുമാനം. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിക്ക് കൈമാറും. ഉപനേതൃപദവിയെ ചൊല്ലി LDF-ൽ അസാധാരണ പ്രതിസന്ധി. പ്രതിപക്ഷ ഉപനേതൃപദവി മുന്നണിയിൽ ചർച്ച ചെയ്യണമെന്ന CPI ആവശ്യത്തെ പിന്തുണയ്ക്കാതെ ഘടകകക്ഷികൾ. തർക്കം CPIM-ഉം CPI-യും തമ്മിൽ മാത്രമെന്ന ഘടകകക്ഷികളുടെ നിലപാട്. മുന്നണി യോഗം വൈകുന്നതിൽ അതൃപ്തി. വിവാദങ്ങൾക്കിടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N ശേഷാദ്രിനാഥൻ ഇന്ന് ചുമതലയേൽക്കും. രാവിലെ കമ്മീഷൻ ആസ്ഥാനത്തെത്തിയാണ് ചുമതലയേൽക്കുക. 2031 മെയ് വരെ ശേഷാദ്രിനാഥന് ചുമതലയിൽ തുടരാം. ഇംഗ്ലണ്ടിനെതിരെ ആദ്യ ജയം കുറിക്കാൻ ടീം ഇന്ത്യ ഇന്ന് കളത്തിൽ. മൂന്നാം T20 രാത്രി 10-ന് ട്രെന്റ് ബ്രിഡ്ജിൽ. ഇഷാന് പകരം സഞ്ജു സാംസൺ കളിക്കാൻ സാധ്യത. പരമ്പര കൈവിടാതിരിക്കാൻ ഇന്ത്യക്ക് ജയം അനിവാര്യം. വിംബിൾഡൺ ടെന്നീസിൽ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. സെമി ലക്ഷ്യമിട്ട് നൊവാക് ജോക്കോവിച്ചും യാനിക് സിന്നറും ഇന്നിറങ്ങും. വനിതകളിലെ അമേരിക്കൻ പോരിൽ പെഗുലയ്ക്ക് കോക്കോ ഗഫ് എതിരാളി. നവോമി ഒസാക്ക മുച്ചോവയുമായി ഏറ്റുമുട്ടും. ഇന്ത്യയുടെ ഇതിഹാസ നായകൻ മഹേന്ദ്ര സിംഗ് ധോണിക്ക് ഇന്ന് 45-ാം പിറന്നാൾ. ICCയുടെ എല്ലാ കിരീടങ്ങളും സ്വന്തമാക്കിയ ഏക നായകൻ. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ യശസ് ഉയർത്തിയ മഹേന്ദ്ര ജാലത്തിന് ന്യൂസ് മലയാളത്തിന്റെ പിറന്നാൾ ആശംസകൾ.